കഥകൾ, കവിതകൾ, അക്ഷര നടനങ്ങൾ, കൽപ്പനാ വൈഭവ സൗഹൃദങ്ങൾ, നിറഭേദമില്ലാതെ നിറഞ്ഞ കൂട്ടായ്മയായി കൈരളി നിൻ സ്വരം സർഗസ്വരം. സർഗസ്വരത്തിൻ്റെ സർഗയാത്ര. ഡിസംബർ 20 ശനിയാഴ്ച സർഗസ്വരം സംഘടിപ്പിച്ച കന്നി സർഗയാത്ര പങ്കെടുത്തവർക്കെല്ലാം നല്ലൊരു അനുഭൂതിയും പുതിയൊരു അനുഭവവുമായി. 15 അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു സംഘമായിരുന്നു യാത്രാനുഭവങ്ങളിലൂടെ കടന്നുപോയത്. രാവിലെ 7:15 മുമ്പ് തന്നെ യാത്രയ്ക്കായി സംഘാംഗങ്ങൾ ഒരുങ്ങിയെത്തിയിരുന്നു. 7:30 ടെമ്പോ ട്രാവലർ ബിനി ടൂറിസ്റ്റ് ഹോം സ്റ്റോപ്പിലെത്തിയപ്പോൾ സുകുമാരൻ മാസ്റ്ററും സെറീനാജിയും തങ്കം ടീച്ചറും ശ്രീരഞ്ജിനി ടീച്ചറും ഏറെ ഉന്മേഷത്തോടെ ഓടി വന്ന് വണ്ടിയിൽ കയറി. സ്വരാജ് റൗണ്ടിലൂടെ പാറമേക്കാവ് അമ്പലത്തിന് മുന്നിലെത്തിയപ്പോൾ ഗാനകോകിലം സുശീലാമണി ടീച്ചറും ഗാനഗന്ധർവൻ മോഹൻ പറത്തിലും അദ്ദേഹത്തിൻ്റെ പത്നി ഷീല മേഡവും വണ്ടിയിൽ കയറി. മണ്ണുത്തി പള്ളി സ്റ്റോപ്പെത്തിയപ്പോൾ രാജലക്ഷ്മി മാഡവും ഭർത്താവ് വിജയൻ സാറും വണ്ടി കാത്തു നിന്നിരുന്നു. കൂടെ നമ്മുടെ ട്രഷറർ ജേക്കബ് സൈമൺ സാറും ഉണ്ടായിരുന്നു. അവിടെ നിന്നും വണ്ടി കുതിച്ചു പാഞ്ഞത് കാവിൽ സാറിൻ്റെ വീട്ടിലേക്കായിരുന്നു. പ്രഭാത ഭക്ഷണം ഞങ്ങൾ അവിടെ ഏറെ സൗഹാർദ്ദത്തോടെ കഴിച്ചു. വീണ്ടും കാവിൽ സാറിനെയും പ്രിയപത്നി ശാന്ത ടീച്ചറെയും കൂട്ടി വാഹനം പാലക്കാടൻ മലനിരകളിലേക്ക് പുതുചുരത്തിൻ്റെ ഗുഹാന്തർഭാഗങ്ങളിലൂടെ കരിമ്പനകൾ കൈവീശി ഞങ്ങളെ സ്വാഗതം ചെയ്തു. സുശീലാമണി ടീച്ചർ പ്രാർത്ഥനാ ഗാനത്തോടെ യാത്രയുടെ സംഗീത വിരുന്ന് ആരംഭിച്ചു. ഈ ലോക ജീവിതം ആസ്വദിച്ചിടുമ്പോൾ അറിയാതെ കാലുകളിടറിയാലോ, ഒന്നും പറയാതെ മൂകയായി മാറി നിന്ന മകൻ നെടുവീർപ്പു മാത്രമാകും. അമ്മയെല്ലാം ദൈവത്തിനർപ്പിച്ചിരുന്നു. പിന്നെ ഗന്ധർവ ഗാനങ്ങളുടെയും പൊയ്പോയ നാടക ഗാനങ്ങളുടെയും തോരാമഴ. നമ്മുടെ ഗ്രൂപ്പിനോടൊപ്പം ചേർന്ന നമ്മുടെ പ്രിയ സുഹൃത്തും ഗായകനുമായ പ്രേംദാസ്, മോഹൻ പറത്തിൽ, ജേക്കബ് സൈമൺ, നമ്മുടെ നർത്തന സുന്ദരി രാജലക്ഷ്മി വിജയൻ എന്നുവേണ്ട എല്ലാവരുടെയും സുന്ദര ഗാനങ്ങൾ ടൂറിനെ ഇമ്പമേകി. OV വിജയന്റെ തസ്രാക്കിലേക്കായിരുന്നു ആദ്യ യാത്ര. അവിടെ എത്തും മുന്നേ നമ്മുടെ സ്വന്തം വിൻസെന്റ് മാഷ് ഞങ്ങളെ കാത്ത് OV സ്മാരക മന്ദിരത്തിന്റെ കവാടത്തിൽ കാത്തു നിന്നിരുന്നു. വീട്ടിലെ അമൃതപാനി പഴവും ഏറെ രസകരമായ പാലക്കാടൻ നാടൻ കായ ചിപ്സുമായി അദ്ദേഹവും ഞങ്ങളോടൊപ്പം ആഹ്ലാദത്തിൽ പങ്കുചേർന്നു. ചിപ്സ് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞവർ കൂടി ചിപ്സിന്റെ തകർച്ച ശബ്ദം കേട്ട് വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസം രചിച്ച സ്ഥലമാണത്രേ തസ്രാക്ക്. നോവലിലെ കഥാപാത്രങ്ങളായ പക്ഷിമൃഗാദികളുടെ അടക്കം കഥാപാത്ര രൂപങ്ങൾ കരിങ്കല്ലിലും സിമന്റിലുമായി ശില്പരൂപമായത് ഞങ്ങൾ കണ്ടു. കുളക്കടവിലേക്കുള്ള ചവിട്ടുവഴിയിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ ഒരു അണ്ണാറക്കണ്ണൻ ഒച്ച വെച്ചുകൊണ്ടേയിരുന്നു. ഇതിഹാസകാരൻ എഴുത്തിനിരുന്ന ഞാറ്റുപുര ഞങ്ങൾ സന്ദർശിച്ചു. വാതിലിന് ഉയരം കുറവായതിനാൽ ഞാറ്റുപുരയിലേക്ക് കടക്കുമ്പോൾ എല്ലാവരും വാതിൽപ്പടിമേൽ തല തട്ടാതെ ശ്രദ്ധിച്ചു. OV വിജയന്റെ ശില്പത്തോടൊപ്പം നിന്ന്
ഫോട്ടോ എടുത്തു. OV വിജയൻ വരച്ച ആക്ഷേപഹാസ്യപ്രധാനമായ കാർട്ടൂൺ ചിത്രങ്ങളുടെ വലിയ ശേഖരം തന്നെ അവിടെയുണ്ട്. ഡൽഹിയിലായിരിക്കുമ്പോൾ ഹിന്ദുവിലും ഡെക്കാൻ ഹെറാൾഡിലും പ്രസിദ്ധീകരിച്ച ചിത്രങ്ങൾ, ഇന്ദിരാഗാന്ധിയും നെഹ്റുവും ഭൂരിഭാഗം ചിത്രങ്ങളിലും മൂക്കുനീണ്ട് വിമർശിക്കപ്പെട്ടതായി തോന്നി. OV വിജയൻ സ്മാരക ഗാലറിയിലെ ചിത്രങ്ങൾ 1-ാം നിലയിൽ കയറി ഞങ്ങൾ വീക്ഷിച്ചു. ഇതിഹാസകാരനെ മറ്റു ചിത്രകാരന്മാർ വരച്ച ചിത്രങ്ങൾ, മറ്റു സാഹിത്യകാരന്മാരോടൊപ്പമുള്ള ഫോട്ടോകൾ, നമ്പൂതിരിയുടെയും ആർട്ടിസ്റ്റ് ദത്തന്റെയും OV ചിത്രങ്ങൾ, OV സ്വയം വരച്ച ചിത്രങ്ങൾ. ഇവ കാണുമ്പോൾ സാഹിത്യത്തിന്റെ ഒരു പ്രഭാവ കാലഘട്ടം മുന്നിലൂടെ കടന്നു പോകുന്നതായി അനുഭവപ്പെട്ടു. OVയുടെ നോവലുകളുടെ ദൃശ്യഭംഗികൾ ചിത്രകാരന്മാർ വരച്ച ചുമർ ചിത്രങ്ങളായി ബെഞ്ചുകളിലിരുന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു. വണ്ടിയിലേറി മടങ്ങുമ്പോൾ മലയാള സാഹിത്യത്തിലെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനോടൊപ്പം ചെലവഴിച്ച ചില നിമിഷങ്ങൾ മനസ്സിൽ കോറിയിട്ടുകൊണ്ടേയിരുന്നു. പിന്നീട് ഞങ്ങൾ പാലക്കാടിൻ്റെ ഗ്രാമീണ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് കൊല്ലങ്കോട് ലക്ഷ്യമാക്കി പാഞ്ഞു. സൂര്യൻ തലയ്ക്ക് മുകളിലെത്തുമ്പോഴേക്കും ഞങ്ങൾ പേരാലുകൾ നിറഞ്ഞ് ദൃശ്യഭംഗി കൊണ്ട് കൗതുകം തോന്നുന്ന ചിങ്ങൻചിറ കറുപ്പസ്വാമി ഏകലവ്യ ആശ്രമക്ഷേത്രത്തിലെത്തി. ആൽമരം താടി നീട്ടിയ താപസനെ പോലെ അതിൻ്റെ വേടുകൾ ചാരുതയോടെ പടർന്ന് ആ പ്രദേശത്താകെ വളർന്നിരിക്കുന്നു. ഞങ്ങൾ ഫോട്ടോകൾ എടുത്തു. നമ്മുടെ ഗ്രൂപ്പിലെ ഭക്തർ ദർശനം നടത്തി. എങ്ങും നായ്ക്കൾ, പക്ഷേ അപകടകരമായി തോന്നിയില്ല. പിന്നീട് സീതാർകുണ്ട് ലക്ഷ്യമാക്കി വാഹനം നീങ്ങി. സീതാർകുണ്ടിലെ പാർക്കിംഗ് ഏരിയയിൽ ഞങ്ങൾ വണ്ടി ഒതുക്കി. ഇനി വാഹനം ഒരു ഭോജന കൗണ്ടർ. ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു. ചൂടാറാത്ത ബിരിയാണി കരുതിയിരുന്നു. ഗൃഹാന്തരീക്ഷത്തിൽ തയ്യാർ ചെയ്തുകൊണ്ട് വന്നിരുന്നതിനാൽ ഏവർക്കും വളരെ ഇഷ്ടപ്പെട്ടു. പിന്നെ സീതാർകുണ്ടിലേക്ക് നടന്നു. പാറക്കെട്ടുകളാൽ ഭൂമിദേവി
ഒരു സൗന്ദര്യ മത്സരം നടത്തുന്ന വേദിയായി തോന്നി ഇവിടം. ഒഴുകുന്ന കാട്ടരുവി, വളഞ്ഞു പുളഞ്ഞ് പാമ്പ് പോലെ പിണഞ്ഞ വൃക്ഷമൂലങ്ങൾ, നല്ല അന്തരീക്ഷം, നല്ല ശുദ്ധവായു. വിൻസെന്റ് സാറിനെ മീറ്റിങ്ങിന് പോകാൻ സമയമായതറിഞ്ഞ് ഞങ്ങൾ മടങ്ങി. മാഷിനെ ബസ് കിട്ടി നിറത്തിറക്കി യാത്ര പറഞ്ഞു. പിച്ചവച്ചോടി നടന്നിടുമ്പോൾ പിഞ്ചുകാൽ തട്ടാതെ നോക്കുമമ്മ. അമ്മതന്നുള്ളിലെ തീരണച്ചിടുവാൻ അഞ്ചും നമ്മളുകൾ വളരുന്ന നാടുകൾ കാട്ടുകാലം നെഞ്ചിലെ ചൂടൊന്നു വറ്റിടുമ്പോൾ. വാഹനം പോത്തുണ്ടി ഡാം സൈറ്റ് ലക്ഷ്യമാക്കി പാഞ്ഞു. 4 മണിക്ക് മുന്നേ ഡാം റോഡിൽ ഞങ്ങൾ എത്തി. പിന്നെ വഴിയോരക്കടയിൽ ചായ കുടിക്കാൻ കയറി. ഉള്ളയിടത്ത് ഇരിക്കുകയും നിൽക്കുകയും ചെയ്ത് ചായ കുടിച്ചു. പരിപ്പുവടയായിരുന്നു ആദ്യം. സുശീല മണി ടീച്ചറിലെ പാചകറാണി ഉണർന്ന് പഴംപൊരി തയ്യാറാക്കി എണ്ണയിലിട്ട് പൊരിക്കാൻ തുടങ്ങി. 1-ാം തരം പഴംപൊരി സംഗീതരാഗത്തോടെ പ്ലേറ്റിലെത്തി. ആഹ്ലാദത്തോടെ ഞങ്ങൾ കഴിച്ചു. പിന്നെ ഡാമിന്റെ പൂന്തോട്ടത്തിൽ കയറി. ഒറ്റക്കാലിൽ മൃദംഗത്തിനുമേൽ നൃത്തം ചെയ്തൊരു സുന്ദരിപ്പെണ്ണിന്റെ ചാരി നിന്ന് ഫോട്ടോ എടുത്തു. എഴുപതോളം പടികളുള്ള ഡാമിന്റെ നെടുംകോണിലൂടെ കയറി ഡാം ജലവിധാനം കണ്ടു. വെള്ളം സമൃദ്ധം, നല്ല കുളിർക്കാറ്റ്. ഫോട്ടോയും എടുത്ത് സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ അവസാന ഇനമായ കഥ കവിത അരങ്ങ് അതുകൂടെ നടത്തണമെന്ന് തോന്നി. പാർക്കിലെ പച്ചപ്പുൽ തകിടിയിലും തിട്ടുകളിലുമായി ഞങ്ങൾ വട്ടം വെച്ചിരുന്നു. ശ്രീരഞ്ജിനി ടീച്ചർ കഥ വായിച്ചുകൊണ്ട് അരങ്ങിന് തുടക്കമിട്ടു. സുശീല മണി ടീച്ചർ, മോഹൻ പറത്തിൽ, രാജലക്ഷ്മി വിജയൻ, ഷീല മോഹൻ എന്നിവർ കവിതകൾ ചൊല്ലി. സുകുമാരൻ മാസ്റ്ററുടെ അവലോകനവും കഴിഞ്ഞ് സംതൃപ്തിയോടെ ഞങ്ങൾ വണ്ടിയിൽ കയറി. 5 മണിയേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. വണ്ടിയിൽ കയറി 2 ഗ്രൂപ്പായി അന്താക്ഷരി തുടങ്ങി. സിനിമാ പാട്ടുകളുടെ മോഹനമായ രാഗതാളങ്ങൾ. ഇരുട്ട് വരുന്നതിനു മുന്നേ തിരിച്ചെത്തണമല്ലോ. തൃശൂർ എത്തും മുന്നേ നഗരത്തിന്റെ ശനിയാഴ്ച ബ്ലോക്ക്. എങ്കിലും 7 മണിക്ക് മുന്നേ തൃശൂരിലെ പൂങ്കുന്നം സ്റ്റോപ്പിൽ അവസാന യാത്രികരും ഇറങ്ങി. സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ, സഹകരണത്തിന്റെ, സാഹിത്യത്തിന്റെ, കൂട്ടായ്മയുടെ സർഗസ്വര സർഗയാത്രയ്ക്ക് തിരശീലയിട്ടു. ഇനിയും തുടരണമെന്ന മോഹത്തോടെ.